കുഞ്ഞാപ്പൂ ലോകത്ത് ഇത്രമാത്രം മടി കിട്ടിയ ഒരാളെന്നുണ്ടോ എന്ന് സംശയം. ലോകത്ത് ലോകത്ത് ഇത്രമാത്രം അടിച്ച ഒരാളുണ്ടോ അതും സംശയം. അതുണ്ടാവില്ല. ഹലോ, ഓക്കെ, സൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ നമുക്ക് ആദ്യം ആര് സംസാരിക്കുന്ന ഒരു കൺഫ്യൂഷനിലാണ് അല്ലെ? കുഞ്ഞാപ്പൂ സംസാരിക്കണോ കോയക്ക സംസാരിക്കണോ? അത് ഞങ്ങൾ ഒരു ദേശീയ ഗാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ദേശീയ ഗാനത്തോട് കൂടെ തുടങ്ങി. അപ്പൊ അത് കുഞ്ഞാപ്പൂ പാടും. അപ്പൊ അതൊരു എഴുത്ത് പാടും. അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ആ പാട്ടോട് കൂടെ തന്നെ ആരംഭിക്കാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? എങ്ങനെ? അതല്ല, അവരുടെ ആവേശമാണ് കാണിക്കുന്നത്. അപ്പൊ കൊമ്പക്കാട് തറവാട്ടിന്ന് ഇപ്പച്ചി ഞാനും വന്നപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷം. നിങ്ങൾക്കുണ്ടോ? അപ്പൊ ഏതായാലും അടിച്ചു പൊളിക്കണല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുടക്കം തന്നെ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? കൊമ്പക്കാട് തറവാട്ടിൽ ഈശ്വര പ്രാർത്ഥന എല്ലാവർക്കും അറിയില്ലേ? റെഡിയല്ലേ? കൊമ്പങ്ങാട്ട് കോയ അവളിപ്പിച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ. ഇതൊക്കെ നല്ലൊരു ഐഡിയാണ്. ശരിക്കും കുറേ സമയമായിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ പോയിട്ടില്ല. വീട്ടിൽ പോകാതെ നിങ്ങളെ കാത്തു നിൽക്കുക. സത്യമായിട്ട്. അപ്പൊ ഇനി അവരുടെ സ്ഥിരം പാട്ട് കുഞ്ഞാപ്പൂടെ പാടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കൊമ്പങ്കാട് തറനാട്ടിലെ കാരണവർ ആരാണയാൾ? എല്ലാവരും ചേർന്ന് വിളിക്ക് കോയക്ക. അപ്പൊ കോയക്ക സംസാരിക്കുന്നു. കോയക്ക കൊമ്പങ്കാട് കോയ. അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും മൊബൈൽ ഫർണിച്ചറിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചേളായിലുള്ള മുത്തുമണികളെല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ടോട് മാത്രമാണ് ഞാനും ശുദ്ധൊക്കെ ഇന്ന് ഈ സ്റ്റേജിലൂടെ എത്തിയിട്ടുള്ളത്. അപ്പൊ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഒന്ന് രണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പാടാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ഗാനമേളയും ഉണ്ട്. അതിങ്ങനെ പറയണ്ടേ? അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ പാട്ടുകാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് പാടാൻ ചെറിയ പേടിയായി. അതിനാൽ ഒന്ന് രണ്ടൊക്കെ മൂളിയിട്ടൊക്കെ പോവാം. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ പാട്ടുകൊണ്ടൊന്നുമില്ല, തല്ല് മാത്രം ഇല്ല. ശരിക്കും ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞത് കുഞ്ഞാപ്പൂരിന് തല്ലോ കോയക്കാന്ന് പറഞ്ഞു. എന്റെ മോനെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു. നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഈ മനുഷ്യനെ ഇങ്ങനെ തല്ലുന്നത് കാണാൻ എന്ത് ഇഷ്ടമാണ്. സാധാരണ കുട്ടികളെ വരല്. കുഞ്ഞാപ്പൂർ തല്ലണോ ശരിക്കും? നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടം തന്നെ നടിയില്ല. അപ്പൊ ഏതായാലും ഞാൻ നടക്കുക ഒന്നും നോക്കണ്ട. ഈ മൈക്ക് 2 മിനിറ്റ് തരും. ഓക്കെ. അപ്പൊ തലണ കാണല്ലേ? ആവേശമൊക്കെ ബാക്കിലുള്ളവർക്ക് ആദ്യം കാണൂലെന്ന് അറിയണ്ടേ? കുറച്ചാണ് ബാക്കിലും കാണി തുള്ളി ബാക്കിൽ കിട്ടി. റെഡി? നമ്മള് എടുത്തോട്ട് നിൽക്കടാ. ഹലോ, എന്തായാലും തല്ലില്ല. ഇന്ന് അടിയില്ലെന്ന് പറഞ്ഞതാ. അല്ല, പറഞ്ഞ സ്ഥിതി ആ കാക്ക പറഞ്ഞ സ്ഥിതിക്കാണ് അടിക്കുന്നത്. അപ്പൊ ഉണ്ടായിക്കോട്ടെ അല്ലേ? അപ്പൊ നമ്മളൊരു വീഡിയോന്റെ ഒരു തങ്ങണം കൈവശാടി. നീ വലിയ താത്തി കൊടുത്തു. ഇനി ആയി വെച്ചതാ. കുഞ്ഞാപ്പൂയി എതിരാന്നുള്ളൊരു അല്ല, അത്
അതെപ്പോഴും ഗ്രൗണ്ട് അങ്ങനെയൊക്കെ എതിരാണ്. അപ്പോ ഞാനത് കൊമ്പക്കാട് പോയ വാതിലോർക്കെ ഇന്നേക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ വാതിലോർക്കെ ജുമാക്കോക്കാൻ നേരായി. കൊന്ന് ഒരൊറ്റ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ ഉമ്മ കുറ്റിപ്പുളിയെ കുളിച്ചു വിചാരിച്ച് നടന്നില്ല. പിന്നെ ലജ്ജു എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. ഒരു കുഴപ്പമില്ല, നല്ല കൈനേറ്റും സമാധാനം. ഇക്കൊക്കെ സമാധാനമില്ലേ? ഡെയിലി കാണുന്ന, എനിക്ക് തോന്നുന്നു നിങ്ങൾ അടിക്കുന്ന സീൻ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല. ഡെയിലി കാണുന്നേക്കല്ലേ. എന്താ പേര്? മുസ്തഫാക്കൊക്കെ ഇവര് അടി ഡെയിലി കാണുന്നത്. ഏതാ? പട്ടാണോ? പട്ടാമ്പി. ആഹാ, പട്ടാമ്പി മുസ്തഫയ്ക്ക് പറയുന്നത് തന്നെ അടിക്കണം. അത്രക്ക് ഇഷ്ടമാണോന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് അവരുടെ പാട്ട് കേൾക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോ അവര് സിനിമാ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അവരിപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട്. വലിയ സന്തോഷമല്ലേ? ഇനി സിനിമയിലൊക്കെ അവരെ കാണാൻ പറ്റും. സിനിമ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ അവർ തന്നെ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യും. മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങൾക്കൊപ്പം അഭിനയിച്ച സിനിമകൾ. എന്നാലും എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രേക്ഷകരൊക്കെ.